ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് പ്രമുഖ കമ്പനികളിലെ തൊഴിലവസരവുമായിട്ടാണ്. ഒന്ന് നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായ നമ്മുടെ TCSലാണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ. TCSൽ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് ഏത് പൊസിഷനിലേക്കാണ് അവർ അപേക്ഷ ക്ഷണിക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ, ഏതൊക്കെ ഇയർ പാസ് ഔട്ട്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ TCSന്റെ വേക്കൻസിയിൽ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. ഇവിടെ ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കാൻഡിഡേറ്റ്സിന് എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വേക്കൻസിയിലേക്ക് അവർ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. ഒരുപാട് വേക്കൻസികൾ ഈ ഒരു പോസ്റ്റിലും അനൗൺസ് ചെയ്തിട്ടുണ്ട്. മറ്റ് IT സ്കിൽസോ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. മെയിനായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവർ ഫോക്കസ് ചെയ്ത് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വേക്കൻസികളുടെയും, അതായത് ഈ രണ്ട് പോസ്റ്റുകളുടെയും രണ്ട് പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികളിലെ വേക്കൻസീസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാ കാര്യങ്ങളും ഇൻ ഡെപ്തിൽ നമ്മൾ നോക്കുന്നുണ്ട്. സോ അതിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഡെയിലി ജോബ് അപ്ഡേറ്റ്സിനും വേക്കൻസീസിനും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനും ഒക്കെ പറ്റി പെട്ടെന്ന് ആ ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായിട്ട് ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ TCSന്റെ വേക്കൻസിയിലേക്ക് കടക്കാം. TCSൽ ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരു പാൻ ഇന്ത്യ ഹയറിംഗ് ആണ് നടക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നോക്കാം. രജിസ്ട്രേഷൻസ് ഓപ്പൺ ഫോർ മാനേജ്മെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഫ്രം ദ ബാച്ച് ഓഫ് 2025. അതായത് 2025 പാസ് ഔട്ട് ആവുന്ന PG കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കാൻഡിഡേറ്റ്സിന് ഈ ഒരു പാൻ ഇന്ത്യ ഹയറിംഗിലേക്ക് TCSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് നിലവിൽ ഓപ്പൺ ആണ്. നമുക്ക് ഇന്ന് തൊട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ എൻഡ് ഡേറ്റ് തേഴ്സ്ഡേ ഫെബ്രുവരി 20, 2025 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇതിനൊരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട്. അതിന്റെ ടെസ്റ്റ് ഡേറ്റും അവർ കൊടുത്തിട്ടുണ്ട്. മാർച്ച് 10 വരുന്നത്. ഈ ഒരു ഹയറിംഗിന്റെ പേര് വരുന്നത് TCS MBA ഹയറിംഗ് ആണ്. മെയിൻലി MBA കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനെയാണ്, ആ ഒരു മാനേജ്മെന്റ് കാൻഡിഡേറ്റ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത് ഫ്രം ദ ബാച്ച് ഓഫ് 2025. എലിജിബിലിറ്റി നമുക്ക് നോക്കാം. എലിജിബിലിറ്റി അവർ പറയുന്നത് മാനേജ്മെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ് ഫ്രം ദ ബാച്ച് ഓഫ് 2025. 2 ഇയേഴ്സ് ഫുൾ ടൈം MBA ആണ് അവർ പറഞ്ഞത്. 2 ഇയേഴ്സ് ഫുൾ ടൈം MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്. അത് വിവിധ സ്പെഷ്യലൈസേഷൻ പറയുന്നുണ്ട്. മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി, ജനറൽ മാനേജ്മെന്റ്, ബിസിനസ് അനലിറ്റിക്സ്, പ്രോജക്ട് മാനേജ്മെന്റ്, HR, ഹ്യൂമൻ റിസോഴ്സസ് മുതലായ മേഖലയിലൊക്കെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കോളേജിൽ നിന്നോ MBA കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക്, ഈ ഒരു പാൻ ഇന്ത്യ ഹയറിംഗിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ നിങ്ങൾ TCS നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ കയറുക. ഈ ഒരു പ്രോസസ്സിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അവിടെ പോയാൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വെബ് പേജിലാണ് എത്താൻ സാധിക്കുക. അവിടെ ഒരു രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്താലാണ് നമ്മുടെ സ്റ്റെപ്പ് 1 പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഈ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റെപ്പ് 2 വരുന്നത് രജിസ്ട്രേഷൻ ആണ്. കോമൺലി TCSലൊക്കെ അധിക കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രഷ് രജിസ്ട്രേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, IT BPO ഒക്കെ ഉണ്ട്. IT സെലക്ട് ചെയ്ത് അപ്ലൈ ഫോർ ഡ്രൈവ് ക്ലിക്ക് ചെയ്യണം. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ IT കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ TCS റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ ID കൊടുത്ത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ഫോർ ഡ്രൈവ് കൊടുത്ത് നിങ്ങളുടെ ബാക്കി ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇതിന്റെ മറ്റു കാര്യം നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എക്സാംസ് ആണ്. എക്സാംസ് നമുക്ക് മെയിൻലി TCSന്റെ അയോൺ സെന്റേഴ്സ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സിറ്റീസിലൊക്കെ TCSന്റെ അയോൺ സെന്റേഴ്സ് അവൈലബിൾ ആണ്. അവിടെ വെച്ചിട്ടാണ് ഇതിന്റെ ഒരു എക്സാം, ഓൺലൈൻ അസസ്മെന്റ് നടക്കുന്നത്. അതൊരു ഫസ്റ്റ് കം ഫസ്റ്റ് സേവ് ബേസിസിന്റെ അടിസ്ഥാനത്തിലാണ് ആ എക്സാം സെന്റേഴ്സ് അവൈലബിലിറ്റി വരിക. സോ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റിലേക്ക് വെക്കാതെ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ എക്സാമിന് എന്തൊക്കെയാ കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത് നോക്കാം. ഒരു 90 മിനിറ്റ്സിന്റെ ഓൺലൈൻ അസസ്മെന്റ് ആണ് വരുന്നത്. 3 സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. വെർബൽ എബിലിറ്റി ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, അതേപോലെ ബിസിനസ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക.
ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഇമെയിൽ ഐ ഡിയും അതേപോലെ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഫുൾ ടൈം MBA ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്, TCSന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മറ്റു പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റാരെങ്കിലും എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ചെയ്തു തരാമൊക്കെ വരികയാണെങ്കിൽ അത് തികച്ചും ഫേക്ക് അല്ലെങ്കിൽ ഫ്രോഡ് ആയിരിക്കും. അതിലൊന്നും പോയി ചാടാതെ നിൽക്കുക. സോ ഇതാണ് TCSന്റെ ഈ ഒരു അവസരത്തിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയായ അലയൻസിലാണ്. അലയൻസിൽ ഒരു വാക്കിൻ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 22 ശനിയാഴ്ചയാണ് അതിന്റെ ഡേറ്റ് വരുന്നത്. പൊസിഷന്റെ പേര് വരുന്നത് അസോസിയേറ്റ് കസ്റ്റമർ സർവീസ് ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലാണ്. മറ്റ് അഡീഷണൽ IT സ്കിൽസോ ക്വാളിഫിക്കേഷൻസോ ഒന്നും അവർ ചോദിക്കുന്നില്ല. സ്കിൽസ് അവർ ചോദിക്കുന്നത് എക്സലന്റ് കമാൻഡ് ഓവർ ഇംഗ്ലീഷ് ആണ്. വർക്ക് ലൊക്കേഷൻ അലയൻസ് സർവീസസ് ട്രിവാൻഡ്രം ആണ്. ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല, അതാണ് അവർ കൊടുത്തിട്ടുള്ളത്. ജോബ് റിക്വയർമെന്റ് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് വിത്ത് പ്രയർ എക്സ്പീരിയൻസ് ഇൻ ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഫ്ലെക്സിബിലിറ്റി ടു വർക്ക് ഇൻ അയർലാൻഡ് UK ഷിഫ്റ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് രാത്രിയൊക്കെ വർക്ക് ചെയ്യാൻ നിങ്ങൾ വില്ലിംഗ് ആയിരിക്കും എന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഡയറക്റ്റ് ഈ ഒരു വാക്കിൻ ഇന്റർവ്യൂവിന് നിങ്ങൾ ഒരിക്കലും പോകരുത്. അതിനു മുന്നേ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു സ്ലോട്ട് ഫിക്സ് ആവണം. ആ ഒരു സ്ലോട്ട് ഫിക്സ് ആയതിനു ശേഷം മാത്രം ഈ ഒരു വാക്കിൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രജിസ്ട്രേഷനോ ഒന്നല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തേക്കും. ആ ഒരു ലിങ്ക് വഴി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ് ഷുഡ് ബി എക്വിപ്ഡ് വിത്ത് എ സ്മാർട്ട് ഫോൺ ഫോർ ടേക്കിംഗ് അപ്പ് എൻ ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു വാക്കിൻ ഡ്രൈവിന്റെ അന്ന് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. സോ ആ ഒരു ടൈമിൽ നിങ്ങളെ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊരു ഒഫീഷ്യൽ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇമെയിൽ IDയിൽ നിങ്ങളുടെ ക്വയറീസ് കാര്യങ്ങളൊക്കെ റേസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അലയൻസ് എന്നുള്ള മറ്റു പേരിൽ ഏതൊക്കെയോ കമ്പനീസ് കാൻഡിഡേറ്റ്സിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള വേക്കൻസി കാര്യങ്ങൾ പറഞ്ഞ് അവർ പേയ്മെന്റ്സ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് അലയൻസിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മറ്റു പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ സാധിക്കുന്നതല്ല. ഇവരുടെ സെലക്ഷൻ പക്ക നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അതേപോലെ ക്വാളിഫിക്കേഷൻസ്, മെയിൻലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഒരു ജോലിയാണ്. അല്ലാതെ മറ്റ് ഫേക്ക് ഓഫേഴ്സോ അല്ലെങ്കിൽ ഫ്രോഡ്ലൻസിന് എന്തെങ്കിലും എമൗണ്ട് കൊടുത്തൊക്കെ നിങ്ങൾ ഈ ഒരു ജോലി നേടാൻ ട്രൈ ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഇത് അലയൻസിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മറ്റ് ഏജൻസോ കാര്യങ്ങളോ ഒന്നും അവർ ഏൽപ്പിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. സോ ഈ രണ്ട് വേക്കൻസി ഡീറ്റെയിൽസുമായിട്ടാണ് ഈ ഒരു രണ്ട് വേക്കൻസിനെ പറ്റി നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ മെയിൻലി ഒരു വീഡിയോ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.